കത്ത് ചോർച്ചാ വിവാദത്തിനിടെ CPIM പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. പാർട്ടി നേതാക്കൾ UK-യിലെ വ്യവസായി രാജേഷ് കൃഷ്ണയുമായി നടത്തിയ പണമിടപാടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് PBക്ക് നൽകിയ പരാതി ചോർന്നെന്ന ആരോപണം യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് വിവരം. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, ഈ വിഷയം, ഈ കത്ത് വിവാദം അത് പ്രതിപക്ഷം കൂടി ഏറ്റെടുത്തു കഴിഞ്ഞു. CPIM-നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലുള്ള ആരോപണങ്ങളിലേക്ക് പ്രതിപക്ഷം കടന്നിട്ടുണ്ട്, അത് കടുപ്പിച്ചിട്ടുണ്ട്. അതിനിടയിൽ പാർട്ടി ഈ വിഷയം ചർച്ച ചെയ്യാൻ പോകുന്നു. PB ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യാൻ പോകുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പാർട്ടി എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? പുതിയ വിവാദങ്ങളെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ എങ്ങനെയായിരിക്കും ബൽറാം? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, റിജിത്ത്. CPM-ന്റെ പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് ചേരുന്നുണ്ട്. ഇത് സാധാരണ ഒരു യോഗമാണ്. അതായത് 1.5 മാസത്തിനിടെ ഒരു നേതൃയോഗം, പോളിറ്റ് ബ്യൂറോ അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റി യോഗം എങ്കിലും ചേർന്നിരിക്കണമെന്ന പാർട്ടി കോൺഗ്രസ് തീരുമാനം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി പൊതുരാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്ന അജണ്ടയിൽ ചേരുന്ന യോഗമാണ് ഇന്ന് ചേരാനിരിക്കുന്നത്. എന്നാൽ അതിനിടെയാണ് ഈ കത്ത് ചോർച്ചാ വിവാദം ഉയർന്നു വന്നിരിക്കുന്നത്. അത് വലിയ തോതിൽ തന്നെ പാർട്ടി നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. പാർട്ടിയെ സംബന്ധിച്ച് ഈ വിവാദത്തിൽ 2 വിഷയങ്ങളാണ് പാർട്ടിയെ ബാധിക്കുന്നത്. ഒന്ന്, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയ്ക്ക് ഒരു പാർട്ടി അനുഭാവി നൽകിയ കത്ത് അത് ചോരുകയും അത് കോടതിയിലൊരു രേഖയായി സമർപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ കത്ത് ചോർന്നത് എന്ന ചോദ്യം അവിടെ ഉയരുന്നു. അത് പാർട്ടി അനുഭാവി തന്നെ ആരോപിക്കുന്നത് സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ കത്ത് അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ വഴിയാണ് ഈ കത്ത് ചോർന്നത് എന്നുള്ളതാണ്. അത് ഗൗരവതരമാണ് ഈ വിഷയം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. ഒപ്പം തന്നെയാണ് ഈ കത്തിൻ്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട അത് പാർട്ടി നേതാക്കളുടേതടക്കമുള്ള ഇടപാടുകൾ, പണ ഇടപാടുകൾ ഉൾപ്പെടെയുള്ളവ ഈ ഒരു കത്തിൽ പരാതിക്കാരൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ആ ഒരു കത്താണ് പൊതുജനമധ്യത്തിലേക്ക് ചർച്ചയ്ക്കായി എത്തിയിരിക്കുന്നത് എന്നുള്ളതും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നതാണ്. ഇന്ന് ഈ യോഗത്തിൻ്റെ അജണ്ടയിൽ ഈ വിഷയം ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പോലും സമീപകാലത്തായി ഉയർന്നു വന്ന ഒരു വിവാദം എന്ന നിലയിലും ഒപ്പം തന്നെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിക്ക് തന്നെ ഈ പരാതിക്കാരൻ ഈ കത്ത് ചോർച്ചയുമായി ബന്ധപ്പെട്ട ഒരു പരാതി സമർപ്പിച്ചിട്ടുണ്ട്. അക്കാര്യം അദ്ദേഹം മാഹി സ്വദേശിയായ ഷർഷാദ് തന്നെ പങ്കുവച്ചിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ. അതുകൊണ്ട് തന്നെ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതായി സ്വാഭാവികമായും തന്നെ പോളിറ്റ് ബ്യൂറോ യോഗത്തിന് മുന്നിൽ ചർച്ചയ്ക്കായി വരേണ്ടതുണ്ട്. ഇന്ന് ഈ വിഷയത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നേതൃത്വത്തിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ഇന്നലെ വൈകിട്ട് എത്തേണ്ടതായിരുന്നു ഡൽഹിയിൽ. എന്നാൽ ആ യാത്ര മാറ്റിവെച്ചിരിക്കുകയാണ് എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. അദ്ദേഹം ഇന്ന് എത്തുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും സ്ഥിരീകരണം ഇല്ല. ഒറ്റ ദിവസത്തെ യോഗമാണ് ഇന്ന് ചേരുന്നത്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗൗരവതരമായ ഒരു വിഷയം തന്നെയാണ് ഇന്ന് ചർച്ചയ്ക്ക് എത്തുന്നത്. ഇതിൽ എടുക്കുന്ന നിലപാടുകൾ, ഒപ്പം തന്നെ മറ്റ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഈ വിഷയത്തിൽ രേഖപ്പെടുത്തുന്ന നിലപാടുകൾ എന്നുള്ളത് ഏറെ പ്രസക്തമാണ്. റിജിത്ത്, ക്രിസ്റ്റീന. ശരി, പോളിറ്റ് ബ്യൂറോയിൽ നൽകിയ സ്വകാര്യ സ്വഭാവമുള്ള ഒരു കത്ത് അതെങ്ങനെ ഡൽഹി ഹൈക്കോടതിയിൽ ഒരു തെളിവായി എത്തി എന്നത് പാർട്ടിയെ എത്രത്തോളം പ്രതിസന്ധിയിലാക്കും, അക്കാര്യങ്ങൾ ഇന്ന് ചർച്ചയാകുമോ എന്ന് നോക്കിക്കാണാം. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.